ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കുവാണേ, ഫേസിലിടാനായിട്ട്. ഒരു ദിവസം ഞാൻ ഈ ബ്രഷും കൊണ്ട് ഇതുപോലെ ഫേസ് പാക്ക് ഇടുന്ന സമയത്തിന് ഒരാൾ എന്നോട് ചോദിക്കുവാണേ, എവിടെ നിന്നാണ് ഈ പെയിൻ്റ് അടിക്കുന്ന ബ്രഷെന്ന്. സാരമില്ല, തമാശ ആയതുകൊണ്ട് പിന്നെ ക്ഷമിച്ചു കിട്ടാ. ഇല്ലെങ്കിൽ നീ ഇപ്പം എന്ത് ചെയ്തേനെന്നല്ലേ. ഒന്നും ചെയ്യാനില്ല, വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ നിങ്ങളോട് ഇന്ന് ഈ പെയിൻ്റ് അടിക്കുന്ന ബ്രഷിൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ട് തന്നെ കാര്യം. ഈ സ്പോഞ്ചും ഈ ബ്രഷും 2 കോംബോ ഓഫറായിരുന്നേ. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. 155 രൂപയായി ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ മീഷോയിൽ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് വരും കേട്ടോ. ഇപ്പോൾ 2 ഉള്ളതുകൊണ്ട് ഒരെണ്ണം ഉപയോഗിച്ച് അതിൻ്റെ പരിപ്പിളകി ഒന്നും പറയണ്ട. അത് നാശമായിട്ട് ഇനി അടുത്ത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവം എന്താ, എന്തെങ്കിലും 2 കിട്ടിയെങ്കിൽ ഒരെണ്ണം എടുത്ത് പാകത്ത് വയ്ക്കുക, ഒരെണ്ണം ഉപയോഗിക്കുക. അത് തന്നെ ഞാനിവിടെ ചെയ്തുള്ളൂ. ഇത് ഞാൻ അലമാരയിൽ നിന്ന് ഇപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തതാണ്. അപ്പോൾ എന്തായാലും എനിക്കിത് യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും ഫേസ് പാക്ക് ഉണ്ടാക്കിയതല്ലേ, ഇനി ഇട്ടിട്ട് പോകാം. ഇത് ഞാനൊന്നുമില്ല, ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് സംസാരിക്കരുതെന്ന്. എന്നാലും ഒന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ നിർത്തിയേക്കാം. കോഫി പൗഡറും മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും മാത്രമേ ഉള്ളൂ. ഞാനിനി സംസാരിക്കുന്നില്ല. സംസാരിച്ചുകൊണ്ട് ഫേസ് പാക്ക് ഇടരുതെന്നാ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.